ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വെൽക്കം ബാക്ക് ടു ഷാ ഫോക്കസ്. ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത് ഒരു അടിപൊളി ചക്ക അടയുടെ റെസിപ്പിയുമായിട്ടാണ്. എങ്ങനെയാണ് ചക്ക അട തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ചക്ക അട തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് നല്ല പഴുത്ത ചക്കയാണ്. അത് കുരുവെല്ലാം കളഞ്ഞ് നന്നാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കിയെടുക്കാം. ഒരു 2 ശർക്കരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് കുറച്ച് വെള്ളം ചേർത്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് നന്നായി പാനിയായി വന്നതിന് ശേഷം ഞാൻ ഈ നന്നാക്കിയെടുത്ത ചക്കയിലേക്ക് ഈ പാനി അരിച്ചെടുക്കുകയാണ്. ശർക്കര പാനി അരിച്ചൊഴിച്ചില്ലെങ്കിൽ കല്ലും വേസ്റ്റ് പീസുകളൊക്കെ അതിലുണ്ടാകും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മൾ ചക്കട കഴിക്കുമ്പോൾ കല്ല് കടിക്കും. അത് അരിച്ചൊഴിച്ചതിന് ശേഷം ഈ ചക്ക നമ്മുടെ ശർക്കര പാനിയിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. 1-2 സ്പൂൺ നെയ്യ് കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇത് മൂടി വെച്ച് നമുക്ക് അല്പസമയം വേവിച്ചെടുക്കാം. അതേസമയം നമുക്ക് ചക്കട തയ്യാറാക്കാനുള്ള ഇല റെഡിയാക്കിയെടുക്കാം. ഞാനിവിടെ കറുകപ്പട്ടയുടെ ഇലയാണ് എടുത്തിട്ടുള്ളത്. ഞങ്ങളുടെ വീട്ടിൽ കറുകപ്പട്ടയുടെ ഇല ഉള്ളതിനാലാണ് ഞാനതെടുത്തത്. ഇത് വളരെ ടേസ്റ്റിയും നല്ല സ്മെല്ലൊക്കെയാണ് കറുകപ്പട്ടയുടെ ഇല. പക്ഷേ വളരെ ചെറിയ ഇലയായതുകൊണ്ട് നമുക്ക് കുറച്ചധികം സമയം പിടിക്കും. എടന്ന ഇലയാണ് സാധാരണ നമ്മുടെ നാട്ടിലെല്ലാവരും ചക്കടക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുള്ളത്. ഞാൻ ഏലക്ക ചേർത്തിട്ടില്ലായിരുന്നു, ഏലക്ക ചേർക്കാൻ വിട്ടുപോയി. അപ്പോൾ ഒരു 3-4 ഏലക്ക പൊടിച്ച് നമ്മൾ റെഡിയാക്കിയ ചക്ക വേവിച്ചതിലേക്ക് ചേർത്തിട്ടുണ്ട്. ചക്ക വെന്ത് വന്നിട്ടുണ്ട്, അതിലേക്ക് ചേർത്തു. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കതിലേക്ക് 2 ഗ്ലാസ് അരിപ്പൊടി ചേർത്തൊന്ന് കുഴച്ചെടുക്കാം. ആവശ്യത്തിന് അരിപ്പൊടി 2 ഗ്ലാസ് ഞാൻ ഈ ഇതിൻ്റെ അളവ് പറഞ്ഞതാണ്. അപ്പോൾ ഓക്കെ, നമ്മൾ 2 ഗ്ലാസ് അരിപ്പൊടി ചേർത്ത് കുഴച്ചു. പക്ഷേ നമുക്ക് കുറച്ചുകൂടി പൊടി ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 1/2 ഗ്ലാസ് കൂടി അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. 1/2 ഗ്ലാസ് കൂടി അരിപ്പൊടി ചേർത്തത് ഓക്കെ ആകും. നന്നായി കുഴച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ഈ അടക്ക് വേണ്ട കൂട്ട് തയ്യാറാക്കേണ്ടത്. ഇനി നമ്മൾ എടുത്തു വെച്ച കറുകയില നന്നായി തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് കൂട്ട് ചേർത്ത് പരത്തി മടക്കിയെടുക്കാം. ഇങ്ങനെ നമ്മളുടെ എല്ലാ ആവശ്യമുള്ള അടകളും നമുക്ക് തയ്യാറാക്കാം. ഇത് കുറച്ച് അധികമുണ്ട്. ഇത് എല്ലാം നമുക്ക് ഇന്നൊരു ദിവസത്തേക്ക് വേണ്ട. നമുക്ക് അടുത്ത ദിവസത്തേക്ക് ബാക്കിയുള്ള മാവ് ഫ്രിഡ്ജിൽ ഒരടച്ച പാത്രത്തിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എല്ലാ അടകളും ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അതിനിടയ്ക്ക് നമുക്ക് ഇഡ്ഡലിച്ചെമ്പ് ഒന്ന് അടുപ്പത്ത് വയ്ക്കാം. അതിൽ വെള്ളം വെച്ച് അതിൽ തട്ട് വെച്ചിട്ട് അടുപ്പത്ത് വയ്ക്കാം. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഇതെല്ലാം സെറ്റാക്കാം. അപ്പോൾ നമ്മുടെ അടക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായി വന്ന പാത്രത്തിലേക്ക് എല്ലാ അടകളും പെറുക്കി വയ്ക്കാം. ഇതെല്ലാം വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഇഡ്ഡലിച്ചെമ്പ് മൂടി നന്നായിട്ട് വേവിച്ചെടുക്കാം. കുറച്ച് സമയം വേവണം. ചക്ക വെന്തതാണ്, പക്ഷേ അരിപ്പൊടി വേവാത്തതായതുകൊണ്ട് കുറച്ച് സമയം നമ്മൾ വേവിക്കണം. നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. വാവ്, മൂടി തുറന്നപ്പോൾ തന്നെ എന്താ സ്മെല്ല്, സൂപ്പറായിട്ടുണ്ട്. ഓക്കെ, എന്നാൽ നമുക്കിനി ചക്കട കഴിച്ചാലോ? എല്ലാവരും ചക്കട കഴിച്ചോ? അടിപൊളിയായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. വളരെ സൂപ്പറാണ്, വളരെ ടേസ്റ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം.